Hi everyone, this is Evinci from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറച്ച് ന്യൂസുകൾ പറഞ്ഞിട്ട് ഞാൻ വേഗം പോകും. മാക്സിമം ഞാൻ എഡിറ്റ് ഇല്ലാത്ത രീതി, അതായത് റോ ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മാക്സിമം കട്ട് ഒഴിവാക്കാനും അതേപോലെ മിസ്റ്റേക്സ് ഒഴിവാക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ന്യൂസ് വീഡിയോ ഇട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പേര് എനിക്ക് പേഴ്സണലി നമ്മുടെ എവിക്കലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു, ബ്രോ വീഡിയോ കണ്ടില്ലല്ലോ, എന്ത് പറ്റി കാണാനെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ എനിക്ക് റിപ്ലൈ അയക്കാനും പറ്റിയില്ല. ബിക്കോസ് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പോഴും ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസിലേക്ക് കൂടെ കടന്നു പോവുകയാണ്. എനിക്ക് വൈറൽ ഫീവറായിട്ട് ഒരു പനി അടിച്ചാണ്, പക്ഷേ എൻ്റെ മേത്ത് മൊത്തം റാഷസായി, എൻ്റെ കണ്ണിൽ മൊത്തം കൺജക്റ്റിവൈറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് കണ്ണിക്കേടെന്നൊക്കെ പറയില്ലേ, അതെങ്ങനെ വന്നു എന്തിനു വന്നു എന്നൊന്നും ഒരു പിടുത്തമില്ല. പക്ഷേ ഞാൻ 3 വട്ടം ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ പോയി അഡ്മിറ്റായി, നമ്മൾ ട്രിപ്പ് ഇട്ടു, IV ഇട്ടു. ഞാൻ അനുഭവിച്ച കുറേ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് ഇപ്പോഴും സ്റ്റിൽ റിക്കവറിങ് ആണ്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഫുൾ വിഷൻ ബ്ലറാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പല കാര്യങ്ങളും എഴുതാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിനാരിയോ കൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. രാവിലെ മാത്രമല്ല, ത്രൂ ഔട്ട് ഞാൻ ഒരു ഫുൾ ഡേ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കൂടെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലേക്കുള്ള ക്യാമറ എനിക്ക് ബ്ലറാണ്, മനസ്സിലായി. ആ ഒരു സിനാരിയോയിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എനിക്ക് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തിന് അത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ, ഞാൻ ഒരു വ്ളോഗായിട്ട് കാര്യങ്ങൾ ഞാൻ പറയല്ല, പക്ഷേ നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മാക്സിമം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞതാണ്. മാക്സിമം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക, വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഉറങ്ങാൻ ശ്രമിക്കുക. ഞാൻ കഴിഞ്ഞൊരു 3-4 ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം കണ്ണിൽ പീള കെട്ടുന്നു, എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവുന്നു. എസ്പെഷ്യലി എന്നെപ്പോലത്തെ ഒരാൾ, അതായത് ചാടി നിൽക്കുന്ന നമ്മളെപ്പോലത്തെ ഒരാൾക്ക് പെട്ടെന്ന് അടച്ചിടുക അല്ലെങ്കിൽ റൂമിലേക്ക് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷയായിട്ട് ഫീൽ ചെയ്യണത് എനിക്കത് തന്നെയാണ്. പിന്നെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഡെയിലി ഇങ്ങനെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അധികം പറഞ്ഞ് ഭയങ്കര ബോറാക്കുന്നില്ല, പക്ഷേ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ ന്യൂസുകളും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തിക്കണം. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്തിക്കണം. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക, കാരണം റെഗുലറായിട്ടുള്ള ആപ്പിൾ സ്റ്റോറീസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. ആൻഡ് അടിപൊളിയായ വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. കണ്ണുമെടുക്കുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് എബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ ന്യൂസ്, iOS 26.4.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബഗ് ഫിക്സ് ആണ്. ആപ്പിൾ ഫീച്ചേഴ്സോ ബാക്കി കാര്യങ്ങളൊന്നും ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. പ്രോപ്പർ ഒരു ബഗ് ഫിക്സ് മാത്രം, അതായത് ചെറിയ ബഗ് ഫിക്സ് ഉണ്ടായിരുന്നു, അത് എന്താ പറയുക റിസോൾവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. iPadOS 26.4.1 എന്ന അപ്ഡേഷനും ആപ്പിൾ ഇതിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ 2 അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ. വാച്ചിനോ മാക്കിനോ ഒന്നിനും നമുക്ക് ആ അപ്ഡേഷൻ ലഭിക്കുന്നില്ല. അതേപോലെ അടുത്തൊരു കാര്യം, ഫൈനൽ കട്ട് ക്യാമറ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനും നമ്മുടെ സ്റ്റുഡിയോ ക്രിയേറ്റർ സ്റ്റുഡിയോ ഇല്ലേ, ആ പാക്ക് എടുത്തവർക്ക് പുതിയ ഐക്കണും അതോടൊപ്പം ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ബാക്കി കുറേ ആപ്ലിക്കേഷൻസും ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലെ എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. വേറൊരു കാര്യം, നമ്മുടെ ആർക്കിമിസ്റ്റ് പോയില്ലേ മൂൺ സ്പേസിനായിട്ട്, അതിൽ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സോ ഐഫോൺ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ ഇതേപോലെ അല്ലെങ്കിൽ ഐഫോൺ ഇതേപോലെ ഔട്ടർ സ്പേസ് പോകുന്നുണ്ട്, നാസ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഓൾറെഡി നമ്മുടെ ന്യൂസ് വീഡിയോയിൽ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 4-5 എപ്പിസോഡ്സ് മുമ്പുണ്ടായ വീഡിയോയിൽ കറക്റ്റ് ഞാൻ പറയുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന്. അതേപോലെ കറക്റ്റ് നടന്നു. അടുത്തൊരു കാര്യം, ആപ്പിളിൻ്റെ ഏറ്റവും വലിയൊരു മ്യൂസിയം യൂറോപ്പിൽ, വൺ ഓഫ് ദ ലാർജസ്റ്റ് മ്യൂസിയം ഇപ്പോൾ ആംസ്റ്റർഡാമിൽ തുറക്കുന്നുണ്ട്. ആംസ്റ്റർഡാമല്ല, നെതർലാൻഡ്സിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആപ്പിളിൻ്റെ 50 ഇയേഴ്സ് കംപ്ലീറ്റ് ആകുന്നതുകൊണ്ടാണ് ആ ഒരു മ്യൂസിയം ആപ്പിൾ ചെയ്യുന്നത്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിഞ്ഞു. ആപ്പിളിൻ്റെ 3 സ്റ്റോർ US ക്ലോസ് ചെയ്യാൻ പോവാണ്, യൂറോപ്പിൽ 2 സ്റ്റോർ ടെമ്പറലി ക്ലോസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ കുറേ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ആപ്പിളിൻ്റെ പല സ്റ്റോറുകളും റെനോവേറ്റ് ചെയ്യാനും അതോടൊപ്പം മാറ്റാനൊക്കെ ആയിട്ട് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നതെന്നാണ് കിട്ടിയ റിപ്പോർട്ട്.
വേറൊരു ന്യൂസ് കൂടി ഞാൻ അറിഞ്ഞു, iPhone 17 അല്ലെങ്കിൽ iPhone 18 സീരീസ് ആണല്ലോ ഈ കൊല്ലം റിലീസ് ചെയ്യുന്നത്. ഈ കൊല്ലം റിലീസ് ചെയ്യുന്ന iPhone Ultra മേ ബി ഈ ഒരു കൊല്ലം റിലീസ് ആകില്ല എന്നും ഒരു റിപ്പോർട്ടുണ്ട്. അത് അടുത്ത കൊല്ലത്തേക്ക് മാറിപ്പോവും എന്ന് കേൾക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ ഡിവൈസിൻ്റെ മോഡൽ റെൻഡറായി, അതിൻ്റെ 3D കാസ്റ്റ് വന്നു, ബാക്കിയെല്ലാം വന്നു. പക്ഷേ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇഷ്യൂ ഇപ്പോഴും മെക്കാനിസത്തിൽ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മേ ഓർ മേ നോട്ട് ഈ ഒരു കൊല്ലം ആപ്പിൾ മേ ബി iPhone Ultra അല്ലെങ്കിൽ iPhone 18 ഫോൾഡ് എന്നീ പറഞ്ഞ മോഡൽ ചിലപ്പോൾ റിലീസ് ചെയ്യില്ല എന്നും ഒരു റിപ്പോർട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ആപ്പിൾ ന്യൂസിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഷോർട്ട് വീഡിയോ ആണ്, പക്ഷേ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഇതേപോലെ ആപ്പിൾ കോണ്ടൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായ ന്യൂസുകളും വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Yabin Xavier signing from Avica.